പ്രഭാകരേട്ടന് ഇത് തന്റെ 29ാം നോമ്പുകാലമാണ്. ഇതിനു മുൻപും റമദാൻ വ്രതമെടുത്ത് പ്രഭാകരൻ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തവണത്തെ നോമ്പു തുറയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. പരിസ്ഥിതി സൗഹൃദ ഇഫ്താർ പിറയുടെ നല്ല മാതൃകയായിരുന്നു അത്. പാള കൊണ്ട് നിർമ്മിച്ച ഭക്ഷണപാത്രം, പാനീയങ്ങൾ നൽകിയത് സ്റ്റീൽ ഗ്ലാസുകളിൽ. അങ്ങനെ പ്രഭാകരേട്ടന്റെ വീട്ടിൽ ഇത്തവണയൊരുക്കിയ ഇഫ്താർ വിരുന്നിന് പകിട്ടൽപ്പം കൂടുതലായിരുന്നു. വിളക്ക് തെളിയിച്ച പൂജാമുറിക്ക് സമീപത്ത് നിസ്കാരപ്പായ വിരിച്ച് പ്രഭാകരൻ ഇതര മതസ്ഥരായ അതിഥികളെ സ്വാഗതം ചെയ്തപ്പോൾ മലപ്പുറത്തിന്റെ മതസാഹോദര്യം ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നതായി മാറി ഈ ഇഫ്താർ വിരുന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് ഇന്ന് ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും. ഇതിന് നേതൃത്വം നൽകിയ മുന്നോട്ട് വന്ന പ്രഭാകരനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. റംസാൻ വ്രതത്തിലൂടെ താൻ അനുഭവിക്കുന്ന ആനന്ദവും ആത്മസംതൃപ്തിയും പ്രഭാകരേട്ടന്റെ വാക്കുകളിലും നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള എല്ലാ മതസ്ഥരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒന്നിച്ചിരുത്തുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്ന് നടത്തുന്നത്. വരും വർഷങ്ങളിലും നാടിന്റെ മാനവിക മുഖം വിളിച്ചോതുന്ന ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കാനാണ് പ്രഭാകരന്റെ തീരുമാനം. റിപ്പോർട്ടർ, മലപ്പുറം.